ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ കസിൻസ് എല്ലാം വന്ന ആ ഒരു ടൈമിനടുത്തൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളി റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് ഇടണേ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു വ്ളോഗായിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് പ്രിപ്പയർ ആക്കി സ്റ്റാർട്ടിങ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ വ്ളോഗെല്ലാം എടുത്ത് തുടങ്ങലാണ്. അപ്പോൾ ഇതെനിക്ക് 2 ഡ്രസ്സ് കൊറിയർ അയക്കാനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ 2 ഗൗണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാനൊന്ന് പാക്ക് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അതിലായിട്ട് ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ആയിക്കോ. നല്ല ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഐറ്റംസും, അതായത് മോഡസ്റ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ നോർമലായിട്ട് ഇടുന്നതും എല്ലാ ടൈപ്പ് ഡ്രസ്സും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിപ്പം വാട്സപ്പ് ത്രൂ മാത്രമേ ഇല്ലൂ, പിന്നെ ഇൻസ്റ്റയിലെല്ലാം ഒന്ന് തുടങ്ങണം എന്നെല്ലാം ഉണ്ട് ഇൻഷാ അല്ലാ. ഇപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ട് വേണം മൊത്തത്തിലൊന്ന് തുടങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വാട്സപ്പിലൊന്നും അങ്ങനെ കൂടുതലായിട്ട്, എന്നാലും ഇടയ്ക്കെല്ലാം ഞാൻ ഇടലുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റോറിയെല്ലാം നോക്കുന്നവർക്കറിയാം, ഞാൻ ചില ടൈമിലെല്ലാം ഞാൻ അതിലെല്ലാം അപ്ലോഡ് ആക്കലുണ്ട് കേട്ടോ, സ്റ്റോറീസിൽ മാത്രമായിട്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നല്ല രീതിയിൽ തുടങ്ങണമെന്ന് ഒരു ഡ്രീം ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ട് അങ്ങനെ പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ് കേട്ടോ അവർ. അപ്പോൾ ആ ഒരു ദിവസം അവർ രാത്രിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ എനിക്ക് പിന്നെ ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ഫുഡാക്കും, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, അവർക്ക് എന്താക്കും എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്നതിലും ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആയിട്ട് ആക്കിയതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. പക്ഷേ ഇത് നമ്മളിങ്ങോട്ടെല്ലാം ഈ ഒരു രീതിയിലാക്കൽ കുറവാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് അധികം ഈ തിരുവനന്തപുരം, ശരിക്കും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളെല്ലാം വന്നിട്ട് നമ്മളിങ്ങോട്ട് ഇങ്ങനെയൊന്നും ഇല്ലയെന്നൊന്നും പറഞ്ഞേക്കല്ല. ഞാനിങ്ങനെ ചില വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ, വേറെ ഏതെല്ലോ നാട്ടിലിങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയതാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയെല്ലാം നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ വൈകുന്നേരം പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഇടയിൽ എടുത്ത് വെക്കണം. കാരണം മെയിനായിട്ട് സാധനം വാങ്ങിക്കാൻ പോയത് ഈ മല്ലിയില മസ്റ്റായിട്ട് വേണ്ടതാണ് കേട്ടോ. എനിക്ക് എപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ മല്ലിയില നിർബന്ധമായിട്ട് വേണം, ഇല്ലെങ്കിൽ എനിക്കൊരു പാങ്ങുണ്ടാവില്ല എന്താക്കാനും. മല്ലിയില എല്ലായിലും എനിക്ക് മല്ലിയില എന്തോ ഒരു സംഭവം, ഒരു ഉപ്പ് പോലെയാണ് കേട്ടോ. എനിക്ക് എല്ലായിലും മല്ലിയില ഇട്ടാലെന്നൊരു പാങ്ങുണ്ടാകൽ. അപ്പോൾ ഞാൻ മല്ലിയില വാങ്ങിക്കാൻ പോയാലും പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മളെ ഉള്ളി സംഭവങ്ങളെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാം, നമ്മൾ ഈലാണ് കേട്ടോ കൂടുതലായിട്ട് ചപ്പാത്തി പരത്തൽ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ആറാൻ വേണ്ടിക്ക് ഗ്യാസിൻ്റെ അവിടെ വെച്ച ടൈമിൽ ആയതാണ് കേട്ടോ അത്. പിന്നെ ചപ്പാത്തിക്കായിട്ട് വേറെ സെപ്പറേറ്റ് പരത്തുന്ന സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് എല്ലാം ഒപ്പിക്കൽസ് തന്നെ. പിന്നെ എന്തായാലും ചപ്പാത്തി പരത്തിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ഈ കട്ടിംഗ് ബോർഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ ചപ്പാത്തിക്കെല്ലാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഉള്ളി എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് കുക്കാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാ ഐറ്റംസും സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യൽ. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും നല്ല നമുക്കൊരു റിലാക്സ് ആയിട്ട് ഫുഡെല്ലാം സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈടെയാണ് കേട്ടോ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പൊരിച്ചിട്ട് വെക്കാമെന്നായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്ലാൻ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ചിക്കനെല്ലാം ഫുള്ള് മസാലയിലോട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ് എല്ലാം ചേർത്തിട്ട് സെറ്റാക്കി എടുത്തതായിരുന്നു. അപ്പോൾ ആ ഒരു ചിക്കനിലേക്കാണ് പിന്നെ വേറൊരു മെത്തേഡിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഞാനതിലേക്ക് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ എല്ലാം പേസ്റ്റും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ബിരിയാണി വെക്കാമെന്ന് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല വേറൊരു രീതിയിൽ ഞാൻ മുമ്പ് ലഗോൺ ബിരിയാണി ട്രൈ ആക്കിയിട്ടുണ്ട്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. പക്ഷേ ഇത് ആ ഒരു രീതിയല്ല, അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഉപ്പും അതെല്ലാം ഇട്ട് കൊടുത്ത് ഇനിയിപ്പം മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ ഉമ്മ എപ്പം പറയും പണ്ട് കാലത്തെല്ലാം ഇങ്ങനെയാണല്ലോ ബിരിയാണി ഉണ്ടാക്കൽ, പിന്നെ ഇപ്പോൾ ആക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെയാണ് പൊരിച്ചിട്ടെല്ലാം ആക്കൽ തുടങ്ങിയിട്ടില്ലത് എന്ന് ഉമ്മ പറയുന്നേക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കൈകൊണ്ട് തന്നെ നല്ല പോലെ ആ ഒരു മിക്സിങ് ആണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. കുറേ ഉള്ളി വഴറ്റണ്ട വാട്ടണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിലിപ്പോൾ കാണുന്ന വെള്ളം ഉണ്ടല്ലോ അതെല്ലാം നമ്മളെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളമാണ് കേട്ടോ. പിന്നെ അതെല്ലാം നമ്മൾ ചിക്കൻ ഏകദേശം കുക്കാകുന്ന ടൈം കൊണ്ട് തന്നെ ആ ഒരു വെള്ളമെല്ലാം വെറ്റി നല്ല സെറ്റായി വരും. അപ്പോൾ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതെല്ലാം അങ്ങോട്ട് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചൊരു പുഡിങ്ങും കൂടി സെറ്റാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇതും ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇത് ശരിക്കും ഉണ്ടല്ല ഈ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇവിടെ കുറേ ബോക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാകും ബാക്കിയാലേ ഇത് പെട്ടെന്ന് തീരൽ മാത്രമല്ല പിന്നെ എപ്പോഴും ഇന്ന് ഇതെല്ലാം നമ്മളെ മക്കൾസിനാക്കി കൊടുത്താൽ ഈ മധുരമായിട്ട് ഓവർ ഇങ്ങനെ കഴിക്കുമ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എപ്പം മക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷെ ആരെങ്കിലും വരുന്ന ടൈമിലാണ് നമ്മൾ കൂടുതലും പുഡിങ്ങും കാര്യങ്ങളെല്ലാം റെഡിയാക്കൽ. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ ചിലതെല്ലാം പുഡിങ്ങെല്ലാം ആക്കലുണ്ട്. അപ്പോൾ ഇതൊരു കസ്റ്റേർഡിൻ്റെ ആ ഒരു കസ്റ്റേർഡല്ല നമ്മളെ കാരമൽ പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോക്സിലെല്ലാം വരുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ഇതിൽ പാലും ജസ്റ്റ് പഞ്ചസാര മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ് കഴിക്കാനായിട്ട്. വലിയ പണിയൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നമ്മളെ എന്താ പറയുക പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കട്ടാക്കി എടുത്തതിൽ നിന്ന് ഫുള്ളായിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ടിട്ടാൽ നല്ലൊരു മണമാണ്. നമ്മൾ ആ ഒരു ഒരു നാടൻ സ്റ്റൈലിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു മംഗല ബിരിയാണിയെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ദം ചെയ്യുന്നെടുക്കുന്ന സമയത്തും നമുക്കിതെല്ലാം അതിൽ ആഡാക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ പുഡിങ് ട്രേയിൽ സെറ്റാക്കിയിട്ടാ. ശരിക്കും ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വ്ളോഗായതുകൊണ്ടല്ലോ എനിക്ക് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഏതാ പറയുന്നതെന്ന് എനിക്ക് തിരിയുന്നില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളെ പുഡിങ് ട്രേയിൽ അതെല്ലാം ഒഴിച്ചങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചാൽ നമ്മളെ പുഡിങ് വേഗം ആവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഉള്ളി പൊരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ മറ്റുള്ള കറികളിൽ അതുപോലെ തന്നെ ബീഫ് ഫ്രൈ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലെല്ലാം ഉള്ളി പൊരിച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആ ഒരു ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ പെരട്ട് എന്നെല്ലാം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ ഇതിലെല്ലാം ഈ ഉള്ളി പൊരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാവൽ. ഇനിയിപ്പോൾ ഇത് അതിൽ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഏകദേശം നമ്മൾ ചിക്കനിലെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വെറ്റി വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊരിച്ച ഉള്ളി അതുപോലെ തന്നെ ഗരം മസാല കുരുമുളക് പൊടി അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മളെ പാർട്ട് എന്ന് പറഞ്ഞാൽ മല്ലിയില കറിവേപ്പില അപ്പോൾ ഇതെന്തായാലും നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് ഓവറായിട്ട് മിക്സാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ചിക്കന് ഈ ഒരു ടൈപ്പ് ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നമ്മൾ ആ ഒരു ലഗോൺ ചിക്കൻ ഉണ്ടല്ലോ ലഗോൺ ബിരിയാണിയെല്ലാം ആക്കുന്ന ടൈമിൽ നമ്മൾ എത്ര ഇളക്കി കൊടുത്താലും ചിക്കൻ ഒന്നും വേറെ ആവുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഒരു നല്ല സ്റ്റക്കായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മളെ പരിപാടി നെക്സ്റ്റ് ഞാൻ വിചാരിച്ച് നമ്മൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കത്തിക്കാനായിട്ട്. പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇലക്ട്രിക്കിൻ്റെ ആട്ടോ കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് നമ്മൾ ആ ഒരു ടൈമിൽ കുറച്ച് സമയം മാത്രമേ ആ ഒരു പുകയെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കുറേ മെനക്കെട്ടിട്ട് വേണം അതിങ്ങനെ പുകയിച്ചെടുക്കാൻ. അതിന് വേറെ എന്തെങ്കിലും ടിപ്സ് എങ്ങനെ ആർക്കെങ്കിലും അറിയെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനെപ്പം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം എന്നെല്ലാം വിചാരിക്കും. പിന്നെ അത് ആക്കുന്ന ടൈമിലേ ഓർമ്മയുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല്. നമ്മൾ ഗൾഫിലെല്ലാം ഉണ്ടാകുന്ന ടൈമിലുണ്ടല്ലോ ഞാനെപ്പം ആ ഒരു മഗ്‌രിബാകുന്ന ടൈമിൽ അത് കത്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. നമ്മളെ മൈൻഡും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നിസ്കരിക്കുന്നതിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു മഗ്‌രിബിന് അതെല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡായിരിക്കും.
ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മളെ നെയ്ച്ചോറും അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ അതൊന്നും ഞാൻ പിന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കായിട്ടാണ്. അപ്പോൾ ഇതാ ഞാനിനി ദം ചെയ്തെടുക്കലാണ് കേട്ടോ. ബിരിയാണി ദം ചെയ്തെടുക്കൽ നല്ലൊരു പാർട്ടാണ് കേട്ടോ. അതിലത് നല്ലൊരു പാങ്ങാണ്. അത് ഇങ്ങനെ ലെയറായിട്ട് സെറ്റാക്കാനായിട്ടൊരു നല്ല രസമല്ലേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താണ് 2 ലെയർ, അതായത് ഒരു ലെയറിലാണ് കേട്ടോ മസാല ഇട്ടിട്ടുള്ളത്. സെക്കൻഡ് ലെയറായിട്ട് 2 ലെയർ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു നട്ട്സും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു ബിരിയാണിയില്ലേ ആ ഒരു പൊരിച്ചിട്ടെല്ലാം വേറെ തന്നെ ഒരു രീതിയിലല്ലേ നമ്മളിങ്ങോട്ടാക്കൽ. പക്ഷേ ഈ ഒരു ഇങ്ങനെ മൊത്തത്തിൽ മിക്സാക്കിയിട്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ്. അതുപോലെ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ബിരിയാണി ഇല്ല. അപ്പം ഓരോരോ രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ അതുപോലെ തന്നെ കുറച്ച് ഗീ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ വെറുതെ റൈസ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു ഗരം മസാല ഗീ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറും സ്മെല്ലെല്ലാം ആയിട്ട് നല്ലൊരു പാങ്ങാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫൈനലായിട്ട് ഞാൻ മൊത്തത്തിൽ റൈസെല്ലാം ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ദം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ആ ഒരു ടൈം ആകുമ്പോൾ അങ്ങ് തുറന്നാൽ മതിയല്ല. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ തന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ വെക്കേഷൻ ടൈമിലെടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ 2-3 ദിവസം നിൽക്കാമെന്നെല്ലാം പ്ലാനാക്കിയിട്ട് വന്നതായിരുന്നു. പക്ഷെ അവർക്ക് പിറ്റേന്ന് തന്നെ ക്ലാസ് എല്ലാം തുടങ്ങിയോണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ അവർക്ക് അങ്ങനെ വെള്ളമെല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇങ്ങനെ കുറേ നാൾ കൂടിയിട്ട് ആരെങ്കിലും വരുമ്പോൾ ഭയങ്കര രസമല്ലേ. എനിക്ക് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ആരെങ്കിലും വരുമ്പോൾ എല്ലാം എനിക്ക് വേറെ തന്നെ ഒരു പാങ്ങാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ അധികം കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി പുറത്ത് പോകലും ഫുഡ് കഴിക്കലെല്ലാം ആക്കിയിട്ട് നല്ല രസമാണ് കേട്ടോ. ആരെങ്കിലും വന്നാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലും നമ്മളെ അടുത്തേക്ക് വരുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഒറ്റക്കാണ് കേട്ടോ ഉണ്ടായത്. ഒന്നാമത് എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് വീടായിരുന്നു. അപ്പം എനിക്കങ്ങനെ ആരും ഉണ്ടാവില്ല കേട്ടോ കൂട്ടായിട്ട്. ഇങ്ങനെ ഞാനെപ്പോഴും വിചാരിക്കും എനിക്കൊരു അനിയത്തി വേണേനും അനിയത്തിയോ ഏട്ടത്തിയോ ആരെങ്കിലും വേണേനും. എന്നാലും നമുക്ക് നമ്മളേതായിട്ടുള്ള ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ആക്കുമ്പോൾ എല്ലാം നല്ലൊരു പാങ്ങല്ല. അപ്പം ഞാൻ എൻ്റെ കസിൻസിനെ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും കൂട്ടിയിട്ട് പോകൽ, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തീൻ്റെ മക്കളെല്ലാം. അപ്പോൾ എനിക്കിങ്ങനെ അവരെല്ലാം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഉണ്ടായാൽ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ കസിൻസ് എല്ലാം വരുമ്പം വേറെ തന്നെ ഒരു വൈബല്ലേ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾസിന് ഫുഡും കൂടി കൊടുത്തിട്ടാണ്. കാരണം മക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവർക്ക് കുറച്ച് നേരത്തെ കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇത് അവർക്കെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് ഞാനങ്ങനെ ഫുഡെല്ലാം വിളമ്പിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടിലെല്ലാം അച്ചാർ സെറ്റാക്കി എടുക്കലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊരു 2-3 ദിവസമായിട്ടോ ഇവിടെ അച്ചാറാക്കിയിട്ട്. അപ്പോൾ അച്ചാറാക്കിയോണ്ട് തന്നെ ഇതെപ്പോൾ ഇങ്ങനെ ബോട്ടിലാക്കാന്ന് പറയുന്നതല്ലാണ്ട് പിന്നെ എന്തെല്ലോ തിരക്കായിട്ട് ആക്കലേ ഇല്ല കേട്ടോ. ആക്കാനേ ഒരു സമയം കിട്ടൂല എപ്പോൾ. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് ബോട്ടിലെല്ലാം ഇട്ടൊന്ന് ഫില്ലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ നാളായിട്ടോ അച്ചാറാക്കിയിട്ട്. ഞാൻ കഴിഞ്ഞ ദുബൈ പോകുന്ന ഒരു വ്ളോഗ് ഇട്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അച്ചാറിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ അധികം ഈ ഗൾഫിലേക്കെല്ലാം പോകുന്ന ആ ഒരു ടൈമിനാണ് നമ്മൾ കൂടുതലായിട്ട് അച്ചാർ ഉണ്ടാക്കൽ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് നമ്മൾ എടുക്കലാണ്. പക്ഷേ ആ ഒരു ടൈമിൽ അച്ചാർ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വിചാരിച്ച അച്ചാർ ആക്കണേനോ പക്ഷേ വിചാരിച്ചതല്ലാണ്ട് ഇപ്പം ഉണ്ടാക്കാനൊരു ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും അങ്ങനെ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ അച്ചാറൊന്നും നമ്മളങ്ങനെ ഓവറായിട്ട് കഴിക്കുമൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുന്ന ടൈമിലെല്ലാം അച്ചാറിന് പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ. ഇങ്ങനെ ബിരിയാണിയോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ആക്കുമ്പം അച്ചാർ മസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ബോട്ടിലാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മൾ അച്ചാറെല്ലാം ഓരോരോ കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുപ്പി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ജാമിൻ്റെ മയോണൈസ് നമ്മളെ ന്യൂട്ടല്ല അതിൻ്റെ എല്ലാം ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒന്നും ബോട്ടിൽ കിട്ടിയാൽ കളയൂല, കാരണം ഇങ്ങനത്തെ കുപ്പിയിലെ ടൈപ്പെല്ലാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപോലത്തെ എല്ലാം വാങ്ങി വെക്കുന്നതാണെങ്കിലും ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ എല്ലാം നമുക്ക് അങ്ങനെ കിട്ടൽ കുറവാണ്. പിന്നെ എല്ലാം നല്ല ടൈപ്പ് എന്താണ് ബോട്ടിൽ തന്നെ കാണാനും കുറച്ചൊരു വൃത്തിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ സ്റ്റിക്കറൊന്നും പിന്നെ ഞാൻ അങ്ങനെ കളയാനൊന്നും പോയിട്ടില്ല. എന്താണ് നമ്മൾ തന്നെയല്ലേ അത് യൂസ് ചെയ്യുന്ന എടുക്കുന്നത്, അതിങ്ങനെ അത് പ്രശ്നമില്ല എന്ന് വിചാരിച്ച്. പിന്നെ സ്റ്റിക്കർ കളയുന്ന ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയെന്നല്ല അവരിതുണ്ട്, അപ്പോൾ അതെല്ലാം ഇങ്ങനെ വാങ്ങിക്കണം എന്നെല്ലാം എല്ലാം വെറും പ്ലാനിങ് ആണ് കേട്ടോ. പക്ഷെ ഒന്നും നടക്കലില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാക്കണം. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് അങ്ങനെ പിറ്റേന്നായിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ കാര്യമായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോടായിട്ട് ഇങ്ങനെ എന്താണ് ഫുള്ള് വർത്താനം പറഞ്ഞ് ഇരിക്കലാണ് കേട്ടോ ഉള്ളത്. കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് പിന്നെ വേറെ ഒന്നിനോടൊരു ഇതുണ്ടാവില്ല, ഫുള്ള് വർത്താനവും കുറേ കഥ പറഞ്ഞിട്ട് ഇരിക്കലായിരിക്കും കേട്ടോ ഉണ്ടായാൽ. അപ്പോൾ ഇതാ പിറ്റേന്ന് ഈവനിങ് പിന്നെ പഴംപൊരി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചായക്ക് കൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ ഇത്. കാരണം നമ്മളതിനെ പുറത്തെല്ലാം പോകാനെല്ലാം പ്ലാൻ ആക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ഉമ്മാറിന് നമുക്ക് ജസ്റ്റ് ചായ കുടിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാമെന്നില്ല പ്ലാനിങ്ങിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ പഴംപൊരി ഇടുന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾസ് എല്ലാവരും പുറക്ക് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവരും ആയിട്ട് ഫുള്ള് ഒരു കലപില സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷെ അതെല്ലാം ഒരു രസമാണ്. നമുക്ക് എപ്പോൾ നമ്മൾ ഒരേ എന്താണ് എല്ലാ ദിവസവും ഒരുപോലെ ആയാലും ഒരു പാങ്ങുണ്ടാവില്ലല്ലോ. ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും വന്ന് ഒത്തുകൂടി എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇടുന്നോ ഒരു എനർജി എല്ലാം വരും കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും വേദനയും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളിങ്ങനെ സൈഡാകുമ്പോൾ. പക്ഷെ ആരെങ്കിലും വരുന്നത് അതെല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. ആരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എനർജി ഇടുന്നോ വരുത്താന്ന് ഇങ്ങനെ എല്ലാം സെറ്റാക്കാനും റെഡിയാക്കാനെല്ലാം. പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്താക്കും എന്നുള്ളൊരു അവർക്ക് എന്ത് സ്പെഷ്യലാക്കും അങ്ങനെയെല്ലാം ഉള്ളൊരു തോട്ട് എനിക്ക് പെട്ടെന്ന് കയറി വരും. ഇനിയിപ്പോൾ ഇതാ നമ്മളങ്ങനെ ചായയെല്ലാം കുടിച്ച് റെഡിയായി. ഇനിയിപ്പം പുറത്ത് പോകലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയാം, ഇത് ഫോട്ടോ എടുക്കാൻ ആളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ട്രൈപോഡ് വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്യലാണ് കേട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ നമ്മൾ റെഡിയായിട്ട് നേരെ നമ്മൾ ടൗണിലേക്ക് പോകലാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം ജസ്റ്റ് മാളിലെല്ലാം പോയി നമുക്കൊന്ന് കറങ്ങിയിട്ടെല്ലാം വരാമെന്നാണ് കേട്ടോ ഉള്ളത്. പിന്നെ സ്കൂളിങ്ങനെ കുറേ ദിവസം ലീവിൻ്റെ ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പോകാനെല്ലാം പറ്റുമല്ലോ. ഇല്ലെങ്കിൽ ശനി ഞായറാണെങ്കിലും എന്തെങ്കിലും പഠിക്കാനോ എഴുതാനെല്ലാം കുറച്ച് അധികം തന്നെ കൊടുക്കുമല്ലോ സ്കൂളിൽ നിന്ന്. അപ്പോൾ പിന്നെ കുറച്ചധികം തന്നെ ലീവ് കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും പുറത്ത് പോകൽ. അന്നത്തെ ദിവസം ഭയങ്കര മഴക്കാറും കാര്യമില്ലായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ നമ്മളൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട് നമ്മൾ ആമ്പൽ കാണാനായിട്ട്. അപ്പോൾ ആടെ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവരെല്ലാവരും. പിന്നെ പിറ്റേ നമ്മൾ ഇവിടെയെല്ലാം പോയി കറങ്ങി ഫുള്ളൊന്ന് ചില്ലാക്കിയിട്ടുണ്ട്. കാര്യം നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമല്ല, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകാം. പിന്നെ നമുക്ക് ഒറ്റയ്ക്കെല്ലാം പോയിട്ട് ഒരു പാങ്ങുണ്ടാവില്ല കേട്ടോ. എനിക്കിങ്ങനെ ആരെങ്കിലും ഒരുമിച്ച് വേണം, എന്നാലാണ് നമുക്കൊരു നല്ലൊരു രസം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇടുന്ന് നമ്മളങ്ങനെ ഇവിടെ വരാൻ മെയിനായിട്ടില്ല. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ മുമ്പേ വന്ന ഒരു കാർഡിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഏതായാലും അതിൽ കുറച്ചുണ്ട്, അപ്പോൾ പിന്നെ കുറച്ചും കൂടി പൈസ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാർഡ് എക്സ്ട്രാ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ കോയിൻസ് എല്ലാം വാങ്ങി എല്ലാവർക്കും ഓഹരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇടുന്ന ജസ്റ്റ് ഗെയിമും കാര്യങ്ങളെല്ലാം. പിന്നെ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സുഖമാണ്. കാരണം നമ്മളെ മക്കൾസിന് ഇതിൻ്റെ ഉള്ളിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കും അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയും ചെയ്യാം, അവരെ കളിയും നടക്കും. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇതിൽ ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. അല്ല ടിക്കറ്റല്ല, ആ ഒരു കോയിൻസൊന്നും കൊടുക്കണ്ട. അപ്പോൾ പിന്നെ
അവരിടുന്ന് ഫുള്ള് എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അവർക്കും നല്ലൊരു രസമാകട്ടെ. കാരണം എപ്പോൾ ഈ പുരക്കുന്ന തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്കൂളും പുരയുമായിട്ട് കളിക്കുന്നതല്ലേ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം വരണം കേട്ടോ, നല്ല രസമാണ്. പ്രത്യേകിച്ച് മക്കൾസിനെല്ലാം കൂട്ടി അവരും നല്ല ഹാപ്പി, നമുക്കും ഒരു നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പെരൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൂടുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പാങ്ങുണ്ടാവില്ല ലൈഫിൽ. ഇങ്ങനെ ഇടയ്ക്ക് പുറത്തെല്ലാം പോയി എന്താണ് വലിയ പൈസയെല്ലാം മുടക്കിയിട്ടില്ലേ പുറത്ത് പോലെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ എവിടെയും പോകാനില്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ പോരൻ്റെ അങ്ങോട്ട് ഇങ്ങനെ വയലോ മറ്റേ ഇങ്ങനെ പാറണക്കത്തെ സ്ഥലം, വയൽ, ഇങ്ങനെ നല്ലൊരു ശാന്തതയായിട്ടുള്ള സ്ഥലം എന്നെല്ലാം പറയുന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ അടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് പ്രത്യേകിച്ചൊരു ഹാപ്പിനെസ് എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയെല്ലാം കേട്ടോ ഫീൽ ആവൽ. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെയല്ലാന്ന് എനിക്ക് അങ്ങനെയാണ് ഞാനൊരു ഇത്. ഇനിയിപ്പോൾ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം മക്കൾസിന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇത് നല്ല രസമാണ് കേട്ടോ. ഇതിൽ ഞാൻ കയറിയിട്ടില്ല. ഞാൻ പിന്നെ അങ്ങനെ ഒന്നിലും കയറാനൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ എല്ലാവരെയും കൂട്ടി വന്ന് ഇങ്ങനെ നടക്കാനും ആക്കാനെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനെല്ലാം ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നിലും അങ്ങനെ കയറാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് അല്ല എനിക്ക്. അപ്പോൾ പിന്നെ മക്കളെല്ലാം ഇടുന്ന എല്ലാവരും കളിച്ച് ഇനിയിപ്പം നേരെ നമ്മൾ ഷവായ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പയ്യന്നൂർ തന്നെ അല്ലേ സൗദി ഷവായ, അപ്പോൾ ആടെ നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ഇവിടുത്തെ നല്ല ടേസ്റ്റ് അല്ലേ ഫുഡെല്ലാം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളെല്ലാവരും പിരിഞ്ഞിട്ട് ആ ഒരു ദിവസം